ഹരിയോം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ വ്യാഴം നീചപ്പെട്ടു പോയവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ജാതകത്തിൽ ബലമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ളവർക്ക് ഉതകുന്ന പ്രയോജനപ്രദമാകുന്ന ഒരു മന്ത്രവിധിയാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ്. നമ്മൾക്കറിയാം, ലക്ഷം ദോഷം ഗുരോഹന്തി. എത്ര ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴം പ്രസാദിച്ചാൽ, ബൃഹസ്പതി പ്രസാദിച്ചാൽ ആ ദോഷങ്ങളെല്ലാം നിഷ്പ്രഭമാകും എന്ന് പറയാം. പക്ഷേ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിച്ചു ആ വ്യാഴം ബലം കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ നീചപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെ വന്നാൽ ആ ദേവന്മാരുടെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് ജ്യോതിശാസ്ത്രവിധി. നമ്മൾക്കറിയാം, കഥകളൊക്കെ വായിച്ച് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദേവേന്ദ്രൻ യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഗുരു ഇല്ലാത്ത നേരത്താണ്, അല്ലെങ്കിൽ ബൃഹസ്പതിയുമായി വഴക്കിട്ട് മറ്റു ഗുരുക്കന്മാരെ തേടിപ്പോയ സമയത്താണ് വലിയ വലിയ ദോഷങ്ങളൊക്കെ ദേവേന്ദ്രന് പോലും സംഭവിച്ചത്. അപ്പോൾ ഗുരുവാണ് ഈശ്വരൻ, ദേവനല്ല. ഗുരുവാണ്, മുനിമാരാണ് ഓരോ ദേവചൈതന്യങ്ങളെയും ഇന്നന്ന ചൈതന്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഗുരുവിനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. ഗുരു ചൈതന്യത്തെ കണ്ടുകൊണ്ട് സകല ദേവന്മാരും നമ്മളെ തേടി വരും എന്നാണ് പറയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സനാതന മാർഗത്തിലുള്ള എല്ലാ ഭക്തരോടും പറയുന്നത്, വീട്ടിലൊരു ഗുരുവിളക്ക് വയ്ക്കണം. അതിൽ നിങ്ങൾക്ക് ആത്മീയ ആചാര്യന്മാരെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ച ഒരാളോ, അങ്ങനെ ഒരു ഗുരുസങ്കല്പം വേണം. അല്ലെങ്കിൽ 18 സിദ്ധന്മാരെയോ, അല്ലെങ്കിൽ ശങ്കരാചാര്യരെയോ, അവരൊക്കെ നമ്മളതിൽ സ്മരിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായി കാണാം. ചിലർ പറയും, ഞാൻ അവിടെ ഗുരുവായൂർ അത് ചെയ്തു, കൊടുങ്ങല്ലൂർ ഈ വഴിപാട് ചെയ്തു, ലക്ഷങ്ങൾ മുടക്കി അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, അതിൻ്റെ ഫലങ്ങൾ വരുന്നില്ല ഭഗവാനെ എന്ന് പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് ആ തിരിച്ചറിവുകൾ ഭഗവാൻ കൊടുക്കാൻ നേരമാകുമ്പോഴാണ് നമ്മളുടെ അടുത്ത് വരിക. അപ്പോൾ അവരോട് പറയുന്ന ഒരൊറ്റ കാര്യം, ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, നീ എന്നെ ഗുരുവായി കാണാൻ. അവിടെ അളിയനോ സഹോദരിയോ സഹോദരനോ ഒന്നും ആയിട്ട് കാണാൻ പാടില്ല, നീ എന്നെ ഗുരുവായി കാണാം. അപ്പോൾ എനിക്ക് പൂർണ്ണമായി നിന്നിൽ ആ ചൈതന്യം നിറയ്ക്കാൻ പറ്റുമെന്ന് പറയാം. ഭാഗവതത്തിൽ പറയുന്നത്, നീ എന്നെ ഗുരുവായി കാണാൻ. അങ്ങനെ വിശ്വവിരാട് ഗുരു രൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗുരുവാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ഗുരു, അദ്ദേഹമാണ് ഈശ്വരൻ. അപ്പോൾ ഈ ദേവചൈതന്യങ്ങൾ കണ്ടുപിടിച്ച ആ ഋഷിന്മാരാണ് നമുക്ക് ഈശ്വരനായി കാണേണ്ടത്. എന്ന് വിചാരിച്ച് കൃഷ്ണനെ ഭജിക്കേണ്ടെന്നോ കൊടുങ്ങല്ലൂരമ്മയെ ഭജിക്കേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞു. ആദ്യം ഗുരുവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരദേവതയെയോ ദേവീ ചൈതന്യങ്ങളെയോ ദേവചൈതന്യങ്ങളെയോ ആരാധിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ജാതകത്തിൽ വ്യാഴം മറഞ്ഞു പോയിട്ടുള്ള ആൾക്കാർക്ക് ഗുണപ്രദമാകുന്ന ഈ മന്ത്രം ഗുരുവിളക്കിലേക്കാണ് ചെയ്യേണ്ടത്. അത് മഞ്ഞ പുഷ്പം കയ്യിൽ പിടിച്ചുകൊണ്ട്
ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്താൽ വളരെ വിശേഷമായി കാലത്ത് ഒരു 4:30-ക്കും 5:30-ക്കും അല്ലെങ്കിൽ 6 മണിക്ക് ഇടയ്ക്ക് ഉള്ള സമയത്ത് തിരഞ്ഞെടുത്ത് ചെയ്താൽ വളരെ ശക്തിവത്താവും. ഇനി അതിനും സമയമില്ലെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്തുകൊള്ളുക. തീർച്ചയായും ആ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ തീർന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. നമ്മുടെ ഭക്തിയാണ് ഈശ്വരന് ആവശ്യം. നമ്മുടെ അറിവുകളാണ് ഈശ്വരന് ആവശ്യം. ആ ഗുരുവായൂരപ്പനായ ഗുരുവിനോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ സങ്കല്പം ചെയ്താൽ നിങ്ങളുടെ ജാതകദോഷം തന്നെ മാറും. ജാതകദോഷം ഭക്തിക്ക് മാത്രമേ മാറ്റാൻ പറ്റൂ. വേറെ ഒരു ദേവന് മാറ്റാൻ പറ്റില്ല. ആ ഭക്തി ഉണ്ടെങ്കിൽ മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ വായിച്ചാൽ അറിയാം. കാലഭഗവാൻ കയറെറിഞ്ഞ് മാർക്കണ്ഡേയനെ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. ആ നേരത്ത് ശിവനെ കെട്ടിപ്പിടിച്ചിരുന്നു അത്ര. അപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ പാശം വീണപ്പോൾ ഭഗവാൻ കുപിതനായി കാലനെ നിഗ്രഹം ചെയ്തു എന്ന് പറയണം. അപ്പോൾ ഭക്തിയാണ് ആ അറിവുകൾ നമുക്ക് തന്നു ചേരുക. ഭക്തിയാണ് ആ ഗുരുവിനെ ആ സമയത്ത് നമ്മൾ കാണിച്ചു തരിക. ഇപ്പോൾ എൻ്റെ ഈ വായിൽ നിന്ന് കേൾക്കുന്ന ഈ അറിവും നിങ്ങളുടെ ആ ഭക്തിയാണ് നിങ്ങൾക്കത് കേൾക്കാൻ തോന്നിച്ചത്. അങ്ങനെയാണ്, അല്ലാതെ ഞാൻ വലിയ ആളോ ആയിട്ടല്ല. അതും ഭഗവാന്റെ ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളിലുള്ള ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ വായിൽ നിന്ന് ഇത്തരം ഒരു അറിവുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്നത്. അപ്പോൾ സർവസ്വം ഗുരുവിന് സമർപ്പിക്കുക. എൻ്റെ ഗുരു എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസം, എൻ്റെ പരദേവത എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസം, എൻ്റെ ഇഷ്ടദേവത എന്നെ കാത്തുകൊള്ളും, അടിയുറച്ച് അതിൽ വിശ്വസിക്കുക. പല പല പരീക്ഷണങ്ങളും അവർ തരും. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ മുന്നോട്ട് പോവുക, വഴി വരും. ഞാൻ മന്ത്രം ചൊല്ലാം. ഓം ബൃഹസ്പതേ അധീയതദ്യോ അർഹാദിമത് വിദ്യാനി ക്രതുമജ്ജനേഷു യദീധയച്ഛവസ്സപ്രദപ്രജാതതസ്മാസുദ്രവിണം ദേഹി ചിത്രം ഉപായാമഗൃഹീതോസ്മി ബൃഹസ്പതയേ തൈഷധേ യോനിർബൃഹസ്പതയേ ത്വ ദേവാനാം ച മുനീനാം ച ഗുരും കാഞ്ചനം സന്നിഭം വന്ധ്യഭൂതം ത്രിലോകാനം ഗുരുമാവാഹയാമ്യഹം. ഓം ഭൂർഭുവസ്വ സിന്ധുദേശോദ്ഭവ അങ്കിരസ ഗോത്രപീതവർണഭോ ഗുരു. ഇതാണ് മന്ത്രം. ഇതൊരു 9 തവണ മഞ്ഞ പുഷ്പങ്ങളെ കൊണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് കിഴക്ക് ദിക്ക് നോക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ആ 9ാമത്തെ തവണ മന്ത്രം ചൊല്ലുന്നതോടുകൂടി ഈ വിളക്കിലേക്ക് അത് ഗുരുവായിട്ട് സങ്കല്പിച്ച് ബൃഹസ്പതിയായി സങ്കല്പിച്ച് വേണം ആ പാദത്തിൽ വയ്ക്കാൻ. അവിടെ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതുമല്ലെങ്കിൽ പ്രഹ്ലാദസ്തുതി ചൊല്ലുക. അതുമല്ലെങ്കിൽ ഭാഗവതത്തിലെ ഒരു അധ്യായം ചൊല്ലുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരം 108 തവണ ചൊല്ലി നമസ്കരിക്കുക. ഇനി നമുക്ക് ജോലിക്ക് പോകാൻ തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 9 പ്രാവശ്യമെങ്കിലും ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലി പോവാം. തീർച്ചയായും നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ദോഷങ്ങളും തീരുന്നതായി കാണാൻ പറ്റും. ഐശ്വര്യപ്രതി വന്നു ചേരുന്നതായി കാണാൻ പറ്റും. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുന്നു.
നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിക്കാം. ലഗ്നത്തിൽ നിന്ന് 8-ൽ വ്യാഴം നിൽക്കുക, അല്ലെങ്കിൽ 12-ൽ വ്യാഴം നിൽക്കുക, അല്ലെങ്കിൽ 6-ൽ വ്യാഴം നിൽക്കുക, അല്ലെങ്കിൽ മകരൻ രാശിയിൽ വ്യാഴം നിൽക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ തീർച്ചപ്പെടുത്താം നമുക്ക് ജാതകത്തിൽ വ്യാഴം ബലം കുറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ നിങ്ങളുടെ നല്ലൊരു മനസ്സും കൂടി ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്തരം ചെറിയ ചെറിയ അറിവുകളാണ് എൻ്റെ ഈ എപ്പിസോഡിൽ ഇപ്പോൾ ഞാൻ മുൻതൂക്കം കൊടുത്ത് സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവർക്കും അത് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിയനെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാ സനാതന സാരഥികൾക്കും എൻ്റെ കുടുംബ പരദേവതയായിരിക്കുന്ന കരിങ്കാളി അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.